ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ദോശയാണ് കേട്ടോ. അപ്പം ഇന്ന് ദോശക്ക് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് പുഴുങ്ങിയ മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 പുഴുങ്ങിയ മുട്ട കത്തിക്കൊണ്ട് നന്നായി വരഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ജീരകം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പില, പച്ചമുളക്, നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിൽ നന്നായിട്ട് അരച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് വെള്ളമാട്ടോ ഞാൻ ആഡ് ചെയ്യണത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇപ്പോൾ ഒരു ഗ്രേവി പോലെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടിയും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകം നന്നായി വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഈ കടലമാവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കിതൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മുട്ടയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കൊക്കെ ലിവറാട്ടോ വെക്കുന്നത്. നമ്മുടെ ബീഫിൻ്റെ ലിവറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി കുറച്ച് ചെറിയ ഉള്ളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ കയ്യിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളെ കയ്യിൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. അപ്പം ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. നിങ്ങളത് ആദ്യം തന്നെ മറക്കാതെ ഇടണം കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്കറൊന്ന് അടച്ചു വെക്കാം.
അപ്പം ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾ 3 വിസിലാട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിവറൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വീട്ടിൽ ബീഫിൻ്റെ ലിവറൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നമ്മളെ ലിവർ ഇവിടെ റെഡിയായി. ഇന്ന് ഞാനിട്ട 2 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.